നമസ്കാരം, ബിരാണ രുചികളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ നവരാത്രി സീരീസ് തുടരുകയാണ്. ഞാൻ വിനോദാണ്, കൂടെ പങ്കാളി രാധികയുണ്ട്. പങ്കാളി, ഇന്ന് ഏതോ ഇന്ന് അഷ്ടമിയാണ്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനം തന്നെ ഷെയർ ചെയ്യാന്ന് വിചാരിക്കും. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കൊഴുക്കട്ട, സ്ഥിരമായിട്ടുണ്ടാക്കുന്ന സാധനം അല്ലേ? അതെ, കൊഴുക്കട്ടയാണല്ലേ. ഇച്ചിരി നമ്മൾ റിച്ച് ആയിട്ട് ചെയ്യണം. നമ്മള് ഫെസ്റ്റിവൽ ആയതുകൊണ്ട്. അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെയാണ് ഇത്. അതെ, അതിന് വേണ്ടത് അരിപ്പൊടി എടുത്തു വെച്ചിരിക്കുന്നത് 1.5 കപ്പ് അരിപ്പൊടി. പിന്നെ നമുക്ക് അതിന്റെ ഫില്ലിംഗ് ആണല്ലോ വേണ്ടത്. അതിന് വേണ്ട ചെറിയ തേങ്ങ 1 കപ്പ്. പിന്നെ അതിന്റെ നമുക്ക് ഫില്ലിങ്ങിനുള്ളത് ചുരണ്ടിയ ശർക്കര അതൊരു 1/2 കപ്പ്. പിന്നെ ഏലക്കാപ്പൊടി, ഇതൊരു 5 ഏലക്ക പൊടിച്ചതാണ്. പിന്നെ ഇച്ചിരി ഫെസ്റ്റിവൽ ആയതുകൊണ്ട് ഇച്ചിരി റിച്ച് ആയിക്കോട്ടെ, ഒരു 5-6 കാഷ്യൂ. പിന്നെ നെയ്യ്. ആദ്യം നമുക്ക് ഇതിന്റെ ഫില്ലിങ് തയ്യാറാക്കാം. കാരണം അത് തണുത്തെങ്കിൽ മാത്രമേ നമുക്ക് കൊഴുക്കട്ടയാക്കാൻ പറ്റും. അപ്പൊ തുടങ്ങുമല്ലേ? തുടങ്ങാം. അപ്പൊ ആദ്യം നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കാം. അതിന് 1/2 കപ്പ് നമ്മളൊരു പാൻ അടുക്കി വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് ശർക്കര നമ്മൾ ചിരകി എടുത്ത ശർക്കര ഇടുക. ആദ്യം ചുരണ്ടി എടുത്ത ശർക്കര, ഭാഷാശുദ്ധി വേണം. ഓക്കെ, അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒന്ന് അലിയിച്ചെടുക്കാനാണ്. ഈ ശർക്കര ഒന്ന് അലിയിച്ചെടുക്കാം. അരിച്ചെടുക്കണം, കാരണം ഇതിനകത്ത് എന്തായാലും കുറച്ച് ചെളിയൊക്കെ കാണും. നമ്മുടെ എല്ലാം ഒന്ന് അലുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ചെറിയ ചെളിയൊക്കെ ഉണ്ട്, കരടുണ്ട്. നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു അരിപ്പയൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒന്ന് അരിച്ചെടുക്കാൻ പോകണം കേട്ടോ. ഒന്ന് അരിച്ചെടുത്ത് അരിച്ചെടുത്ത സാധനം നമുക്ക് വീണ്ടും ക്ലീൻ സാധനം ഒഴിക്കുകയാണ് കേട്ടോ. പാനിലേക്ക് വീണ്ടും ഒഴിച്ചു. ഇനി അതവിടെ ഒന്ന് തിളയ്ക്കുമ്പോഴേക്ക് ഇതിലേക്ക് നമുക്ക് തേങ്ങയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങ, അതിൻ്റെ കൂടെ നെയ്യ് 1 ടീസ്പൂൺ നെയ്യ്, 5 ഏലക്ക പൊടിച്ചത്, അതായത് 1/2 ടീസ്പൂൺ ഏലക്ക, പിന്നെ 1 നുള്ള് ഉപ്പ്. അത് നമുക്ക് വേണം മധുരത്തിന്. ഇനി നമ്മളിത് എന്താ പറയാ, ഈ തേങ്ങ ഈ ശർക്കരയൊക്കെ നന്നായിട്ട് വിളയണം. അതായത് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഒരു നൂൽ പരുവം പോലെ ആവണം. നന്നായിട്ട് ആവണ്ട, ഞാൻ കാണിച്ചു തരാം. 2/4 ശർക്കരയും തേങ്ങ വലിച്ച് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് തീർന്നിട്ടില്ല. ഈ സമയം നമ്മൾ 5 കശുവണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ട് അങ്ങ് നുറുക്കി നമ്മുടെ അഷ്ടവിധത്തിലുള്ള ഇതല്ലേ കൊഴുക്കട്ട, ഇച്ചിരിയുടെ നല്ല റിച്ച് ആയിട്ടുള്ള ഫില്ലിങ് ആയിക്കോട്ടെ. ഏതാണ്ട് നമ്മുടെ ആവാറായി കേട്ടോ. അഷ്ടമിക്ക് പിന്നെ അടയും വെക്കും തോന്നല്ലേ? ഇലയടയും വെക്കും. സെയിം ഫില്ലിങ് ആവിയിൽ ഇലയിൽ വെച്ച് പുഴുങ്ങുന്നത് മാത്രം. അതെ, പിന്നെ നമ്മുടെ ഏതാണ്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെള്ളം വരണം, അല്ലെങ്കിൽ നമ്മളെ ഇതിനകത്ത് വെക്കുമ്പോഴേക്ക് ഇങ്ങനെ ഊർന്നിറങ്ങും. അതാണ് ഒരു നൂൽ പരുവായ പിന്നെ അങ്ങനെ സംഭവിക്കില്ല. ആയിട്ടില്ല. ശർക്കര കളർ കുറവായിരുന്നു. കുറച്ചുകൂടെ നല്ല കളറായിരുന്നെങ്കിൽ ഇതും കളറായേനെ. നമ്മുടെ തേങ്ങ ഫില്ലിങ് ആയിട്ടുണ്ട്. ഇതെല്ലാം ശർക്കര എല്ലാം നന്നായിട്ട് തേങ്ങയിൽ പിടിച്ചിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നു കേട്ടോ. ഏലക്കയുടെ ഒക്കെ നെയ്യുടെ എല്ലാം കൂടെ നല്ലൊരു മണവും വരുന്നുണ്ട്. അപ്പം ഈ നമ്മുടെ ഫില്ലിങ് ഇനി ഒന്ന് തണുക്കാൻ വയ്ക്കണം. അപ്പം നമ്മൾ തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കൊഴുക്കട്ടയ്ക്കുള്ള മാവ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടത് 1.25 കപ്പ് വെള്ളം ഞാൻ എടുക്കുകയാണേ. അപ്പോൾ അത് ഒന്ന് തിളയ്ക്കട്ടെ. നമ്മൾ 1.5 കപ്പ് അരിപ്പൊടിയിലാണ് കൊഴുക്കട്ട ഉണ്ടാക്കാൻ പോണത്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ
നല്ല അപ്പത്തിൻ്റെ പോലെ നൈസ്. സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യണേ, 1 ടീസ്പൂൺ ഉപ്പും. പിന്നെ നല്ല മയം വരാനായിട്ട് നമ്മൾ 1 ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്യണം. പിന്നെ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അരിപ്പൊടി 1.5 കപ്പ് അരിപ്പൊടി ഇടാൻ പതുക്കെ. ആദ്യം തന്നെ നമ്മൾ ഫ്ലെയിം ലോ ആക്കുക. ഇനി അപ്പം ചേട്ടൻ ഇടാൻ പോവാണ്. ഓക്കെ, കുറച്ചായിട്ടിട്ട് കട്ട പിടിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് കൈ എടുക്കാതെ ഇളക്കണം കേട്ടോ. നമ്മൾ കൈ എടുക്കാതെ കുഴക്കണം കേട്ടോ. ഫ്ലെയിം തീരെ ലോയിൽ തന്നെ ഇരുന്നോട്ടെ. നമ്മുടെ മാവ് നല്ലപോലെ അതിങ്ങനെ ഒന്നിച്ച് ചേർത്ത് വെച്ച് ഒരു 10 മിനിറ്റ് അതവിടെ ഇരിക്കട്ടെ. ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് അതവിടെ ഇരിക്കട്ടെ. തീറ്റ് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പതുക്കെ ഒന്ന് കൈ വെച്ച് നമ്മുടെ കൈക്ക് പറ്റുന്ന ചൂടിലൊന്ന് ഒന്ന് കൈ കൊണ്ടെടുത്ത് കുഴച്ചാൽ നല്ലതായിരിക്കും. ചെറിയ ചൂടുണ്ട്, അവരവരുടെ കൈക്ക് പറ്റുന്ന രീതിയിൽ ഒന്ന് കുഴയ്ക്കുക. അതേ നമ്മൾ കൊഴുക്കട്ട നല്ല പോലെ റെഡിയാക്കിയിട്ടുണ്ട്. മാവ് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പം നാരങ്ങ വലിപ്പത്തിലുള്ള ഒരു ഉരുള നമ്മൾ എടുക്കുകയാണേ. ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. നമ്മുടെ മാവ് കറക്റ്റായിട്ട് വന്നിട്ടുള്ളതുകൊണ്ട് ക്രാക്കൊന്നും ഇല്ല കേട്ടോ, നന്നായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ ഉരുട്ടിയ ശേഷം അതൊക്കെ ഈ തള്ളവിരലുള്ളി വെച്ചിട്ട് ഇങ്ങനെ നല്ല ഒരു എന്താ പറയണ ഒരു ബൗള് പോലെ ഉണ്ടാക്കിയെടുക്കുക. ഇത് കണ്ട കൈ കൊണ്ട് അത് കുറച്ച് പ്രാക്ടീസ് വരുമ്പോൾ അത് ശരിയായിക്കോളും. നല്ലൊരു ബൗള് പോലെ ഉണ്ടാക്കുക. ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഇല്ലേ, അത് ഒരു ടീസ്പൂൺ, കൂടിപ്പോയാൽ ഒരു 1/2 ടീസ്പൂൺ കൂടെ ആഡ് ചെയ്യാം. പക്ഷെ അതിൽ കൂടുതൽ എന്തായാലും വേണ്ട, കാരണം ഇത് പുറത്തേക്ക് ചാടിയാൽ പിന്നെ അത് രസമില്ലാതെ പോകും. അപ്പം അതൊക്കെ അതുപോലെ തന്നെ ഒന്ന് ക്ലോസ് ചെയ്യാം. ഇവിടെ ഒരു നോട്ടല്ല, അതവിടെ വരുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അത് അവിടെ അടഞ്ഞു വന്നോളും. വീണ്ടും കൈ വെച്ച് നന്നായിട്ടൊന്ന് ഉണ്ട പോലെ ആക്കിയെടുക്കുക. നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ എല്ലാം ഉണ്ടാക്കട്ടെ. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് കൊഴുക്കട്ടയായില്ലേ. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യണം അല്ലേ. നവരാത്രിയല്ലേ, നമുക്ക് ഓരോ ഉണക്കമുന്തിയും കൂടെ നമ്മളെല്ലാം ഡെക്കറേറ്റ് ചെയ്തു അല്ലേ. എല്ലാം നല്ല കൊഴുക്കട്ട ഡെക്കറേറ്റ് ചെയ്തു. ഇത് ആവി കയറ്റണം. ഓക്കെ, അപ്പോൾ നേരെ ആവിയിലേക്ക് പോവാം. ഒരു സ്റ്റീമർ നമ്മൾ അടുപ്പി വെച്ചിട്ടുണ്ട്. ഇനി അത് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി വാഴയിലയും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം നമുക്ക്. എന്നിട്ടൊന്ന് ആവി വരട്ടെ. ആവി വന്ന ശേഷം നമ്മുടെ കൊഴുക്കട്ടകൾ നേരത്തെ കൊടുക്കാം. ഇനി നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇനി നമുക്ക് പതുക്കെ അതിലേക്ക് കൊഴുക്കട്ട ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു വാഴയിലയിൽ വെക്കുവാണെങ്കിൽ നല്ല ഒരു മണവും കൂടെ വരും. വാഴയില കിട്ടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാഴയിലയിൽ വെക്കാൻ ശ്രമിക്കുക. ഇച്ചിരി ചൂടുണ്ട്, ശ്രദ്ധിച്ചൊക്കെ ചെയ്യാം. ഓക്കെ, നമ്മുടെ അഷ്ടമി സ്പെഷ്യല് കൊഴുക്കട്ട സ്റ്റീം വയ്ക്കാൻ പോവാണ്. അതേപോലെ അതെ ഒരു വാഴയിലയും കൊണ്ടൊന്ന് മൂടിയേക്കാം. അതിൻ്റെ ഒരു മണമൊക്കെ ഈ കൊഴുക്കട്ടയ്ക്ക് കിട്ടും. ഒരു 10-12 മിനിറ്റ് ഇരിക്കട്ടെ. 12 മിനിറ്റ് കഴിഞ്ഞു അല്ലേ. ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. വെള്ളം ചാടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം വെന്ത് കാണുന്നതാണ്. നോക്കാം. വാഴയിലേക്ക് നല്ലപോലെ വാടി നമുക്കൊന്ന് നോക്കാം. കണ്ടിട്ട് വെന്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ സ്ക്യൂർ ഉണ്ട്, വേണമെങ്കിൽ നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. അത് നന്നായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം വെന്തു. ഓഫ് ചെയ്യല്ലേ. ഇപ്പോൾ നമ്മൾ ഓഫ് ചെയ്യണേ. ബിരിയാണി രുചിക്കളത്തിൻ്റെ
നവരാത്രി സ്വീറ്റ് സീരീസിലെ നമ്മുടെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെ വിഭവമായിട്ടുള്ള കൊഴുക്കട്ടയാണ്. ഇത് കൊഴുക്കട്ട മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. നല്ല ഈവനായിട്ട് സോഫ്റ്റുമാണ്. ഈവനായിട്ട് അകത്ത് സാധനം ഫില്ലിങ്ങും ഉണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നവരാത്രിയുടെ അടുത്ത വിഭവം നാളത്തെ വിഭവമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.